അരുൺ മുട്ടട പറയുന്ന സ്കെയിൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സഖാവ് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 13 കൊല്ലം തികയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ്, ഓർമ്മ ദിനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഇന്ന് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ കെ രമ എന്ന് പറയുന്ന MLA നമ്മൾ നേരിട്ട് കണ്ടാൽ ഒരു വൈധവ്യ ദുഃഖം അനുഭവിക്കുന്നതിനപ്പുറം എന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു ഭർത്താവിൻ്റെ, അതും ഭീകരമായി കൊലയപ്പെട്ട ഒരു ഭർത്താവിൻ്റെ അസാന്നിധ്യവും അമർഷവും ആ മുഖത്ത് എപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമസഭയിലേക്ക് അവർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പലരുടെയും നെഞ്ചിടിപ്പ് ഉയരും. കാര്യം, ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു ഭാര്യ എന്ത് പറയും എന്നുള്ളതാണ് അവരെ ആശങ്കപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചിട്ട് 12 കൊല്ലമാണ് ഇന്നത്തേക്ക് തികയുന്നതെന്നാണ് എനിക്കൊന്ന്, പ്രേക്ഷകൻ തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. സംസ്ഥാനത്തെ മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യത്തിൽ ഉറയ്ക്കുകയാണ് KSEB. 2 ദിവസത്തെ ഉപയോഗം കൂടി വിലയിരുത്തിയ ശേഷം സർക്കാരിന് അവർ ശുപാർശ കൊടുക്കുമെന്നാണ് VA ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗിരീഷ്, പറയൂ വിശദാംശങ്ങൾ. KSEB ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ പ്രാദേശികമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ ദിവസമാണ് നിലവിൽ വന്നത്. അതായത് ഏത് പ്രദേശത്താണോ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുവഴി ലൈൻ ട്രിപ്പാവുന്നത്, ആ പ്രദേശങ്ങളിൽ പ്രാദേശികമായ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഓരോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് ഇതിന്റെ ചുമതലയും നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഫലപ്രദമാകില്ല എന്നുള്ളതാണ് KSEBയുടെ ഒരു പൊതു വിലയിരുത്തൽ. ലോഡ് ഷെഡിംഗ് തന്നെ വേണം എന്ന മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് KSEB. ഇക്കാര്യം സർക്കാർ തള്ളിയെങ്കിലും ലോഡ് ഷെഡിംഗ് അല്ലാതെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നിലവിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് KSEB വിലയിരുത്തുന്നുണ്ട്. മറ്റുള്ള നിയന്ത്രണങ്ങൾ ഫലപ്രദമാകില്ല. കാരണം ഒരു മാസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം വൈകുന്നേരം 6 മണി മുതൽ അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി ഉപകരണങ്ങൾ അത്യാവശ്യമാണെങ്കിൽ പകൽ സമയത്ത് ഉപയോഗിക്കുക, രാത്രികാലങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ വൈദ്യുത അലങ്കാരങ്ങൾ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു മാസം മുമ്പേ വൈദ്യുതി ബോർഡ് നൽകിയിരുന്നു. എന്നാൽ ഇതിനൊന്നും ഒരു കാര്യമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് KSEB വിലയിരുത്തുന്നത്. മാത്രമല്ല, ഓരോ ദിവസവും കഴിയും തോറും വൈദ്യുതിയുടെ അളവ്, ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ സർവ്വകാല റെക്കോർഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗം ഇത്തരം ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ ഇല്ല എന്നും വൈദ്യുതി ബോർഡ് വിലയിരുത്തുന്നു. ഏതായാലും 2 ദിവസത്തെ ഉപയോഗം കൂടി നിരീക്ഷിച്ച ശേഷം വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ ഉപയോഗത്തിൽ കാര്യമായ കുറവൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ലോഡ് ഷെഡിംഗ് വേണം എന്ന നിർദ്ദേശം തന്നെയാകും വൈദ്യുതി ബോർഡ് വീണ്ടും വെക്കുക. ഇതിനുള്ള ചർച്ചകൾ വൈദ്യുതി ബോർഡിന്റെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഉപയോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി വൈദ്യുതി പ്രതിസന്ധി കേരളത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 5-ാം തീയതിക്ക് ശേഷം സംസ്ഥാനത്ത് ഈ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നും വേനൽ മഴ ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഒരു മുന്നറിയിപ്പിലാണ് KSEBയുടെ പ്രതീക്ഷ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വന്നാൽ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാകും എന്ന് KSEB വിലയിരുത്തുന്നു. അത് സംബന്ധിച്ച മുന്നറിയിപ്പും KSEB നൽകുന്നു. സ്വാഭാവികമായും ഒരു ലോഡ് ഷെഡിംഗിലേക്ക് പോവുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തന്നെയാണ് KSEB ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത്. സർക്കാരിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാകും 2 ദിവസത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ KSEB നൽകുക. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.